പിന്നെ കാപ്പുപറമ്പ് മുണ്ടക്കുന്ന് അമ്പലപ്പാറ റോഡ് റബ്ബറൈസ് ചെയ്തത് ശരിക്ക് മുഹമ്മദ് അലിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണല്ലേ. അതിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് നല്ല ഉപകാരമുള്ളൊരു റോഡാണ്. ഇപ്പോഴും അത് വളരെ ഗംഭീരമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു കുടിവെള്ള സംവിധാനം വന്നിട്ടുണ്ടല്ലോ, അത് കാരണം രണ്ട് സൈഡും മാന്തി ആകെ മോശപ്പെടുത്തിയതാണ്. റോഡ് പക്ക റോഡായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുള്ള റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അത് അത്രയൊരു സക്സസ് അല്ല. അതിൻ്റെ ആ ഒരു വൃത്തി പോയി. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിവെള്ള പദ്ധതികൾ, ഒരുപാട് കുടിവെള്ള പദ്ധതികൾ വന്ന ഒരു സ്ഥലമാണ് മുണ്ടക്കുന്ന്. ഈ കുടിവെള്ള സംവിധാനങ്ങൾ അത് വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്തത്, ആരൊക്കെയാണ് സ്ഥലം വിട്ടു തന്നത്? കുടിവെള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ ചൂരിയോട് കോട്ടപ്പള്ളിയിൽ വരുന്ന ഈ ആനക്കൗത്ത് കുടിവെള്ള പദ്ധതി ഞാൻ വരുന്ന സമയത്ത് ഒരു പദ്ധതിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ടാങ്ക് വെക്കാനുള്ള അനുമതിയില്ല, അതുപോലെ തന്നെ എങ്ങനെ തുടങ്ങണം എന്നൊരു അറിവില്ലാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഏതായിരുന്നാലും നമ്മൾ ഈ മടത്തൂർ ഉമർ ഹാജിയെ പോയി കണ്ട് അദ്ദേഹത്തോട് ഒരു ടാങ്ക് വെക്കാനുള്ള ഒരു സെൻറ്റ് സ്ഥലം നമുക്ക് ആവശ്യപ്പെട്ടു. പല ആളുകളും അതിൻ്റെ പിന്നാലെ കൂടി അത് മുടക്കി, എങ്കിലും അദ്ദേഹത്തെ പിന്നാലെ കൂടി ടാങ്കിനുള്ള സ്ഥലമായി. പക്ഷേ അതിൽ വലിയൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ കിണറിന് ആരും സ്ഥലം തരാനില്ല. വെള്ളം സർവേ ചെയ്യുമ്പോൾ 3-4 ഭാഗത്ത് നമ്മുടെ ഉമറാജിയുടെ അവിടെ നമ്മൾ കുഴിക്കുന്ന സമയത്തും അതിൻ്റെ മെഷീനൊക്കെ പൊട്ടി ആടെ ചളിയായി ഒഴിവായി. അപ്പോൾ ഈ കോട്ടപ്പള്ള കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. പിന്നീട് നമ്മൾ ഇപ്പം ശ്രീലങ്കക്കാർ താമസിക്കുന്ന അവിടെ സർവേ ചെയ്തപ്പോൾ അവിടെ മാത്രമാണ് അല്പം വെള്ളമുള്ളത്. അപ്പം ഞാൻ ഈ സർവേ ചെയ്ത ആളുകളോട് ചോദിച്ചു, 2-3 അടുത്ത് ഇതേമാതിരി കുറ്റിയടിച്ചിട്ട് അവർ നമ്മളെ പാറയിൽ തന്നെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റിയടിച്ച് അവരെ നമ്മൾ കിണർ കളച്ചതിന് തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടിയില്ല. 750 അടി താത്തി. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഭൂഗർഭജല ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സ്ഥലം ചെയിൻ കൊണ്ടാണ് ഞാൻ നോക്കിച്ചത് ഒരാളെ കൊണ്ട്. അപ്പോൾ അവിടെ വെള്ളമുള്ളതായി കണ്ടു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്ഥലം തീരുമാനിച്ചിടത്തൊന്നും ഞങ്ങൾ കിണർ കളക്കുന്ന ആളുകളല്ല, ഞങ്ങൾ തീരുമാനിച്ചിടത്തേ കളക്കാവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി. അവസാനം അദ്ദേഹം സമ്മതിച്ചു. ഇന്ന് ആ കിണർ നിൽക്കുന്നത് റോഡിലാണ്, അതായത് റോഡിനോട് ചേർന്ന് ഉമ്മറാജിയുടെ ആ വീടിൻ്റെ ചേർന്നാണ്. അത് നന്നായി വെള്ളമുണ്ട്, 90 അടിയിൽ വെള്ളം കണ്ടു, 450ഓളം വെള്ളമാണ്. ഇന്ന് കോട്ടപ്പള്ള ഏരിയ മുണ്ടക്കുന്നിൻ്റെ ആ ഭാഗങ്ങൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുളക്കണ്ട കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചതും അതുപോലെ തന്നെ ചൂരിയോട് നമുക്ക് ടാങ്കിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. നമുക്ക് ദുബായ് ആളെ കണ്ട് അയാൾ 2 സെൻറ്റ് സ്ഥലം തന്നു, അതിൽ നമ്മൾ ടാങ്ക് കെട്ടി. പിന്നീടുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതി മണ്ടപ്പക്കുന്ന് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. അത് നമുക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അവർ സമീപിച്ചു, അവർ ടാങ്കിനുള്ള സ്ഥലം തന്നു. ആ പദ്ധതി അങ്ങനെ പിന്നീടുള്ളത് ചൂരോട് അതുപോലെ തന്നെ മണ്ടപ്പക്കുന്ന്, കോട്ടപ്പള്ള കുടിവെള്ള പദ്ധതികൾ, ഈ 3 പദ്ധതികളും ഈ സമയത്ത് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലേ, അതേതായാലും നന്നായി. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലുള്ള ആളുകൾ തന്നെ സ്ഥലം വിട്ടു തരിക എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട് അങ്ങനെയാണ്, ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരാൻ പറ്റിയ ഒരുപാട് ആളുകളുള്ളതാണ്. എന്തായാലും നല്ലൊരു കാര്യമായി. അതോടൊപ്പം തന്നെ ഇത്രയും വാർഡ്, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഈ ഗ്രാമസഭ, വാർഡ് കേന്ദ്രീകരിച്ച് ഗ്രാമസഭ ഉണ്ടാക്കാറുണ്ട്. ഈ ഗ്രാമസഭയൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ ഒരു വീടിൻ്റെ, ആ വാർഡിൽ പറ്റുന്നൊരു വീടിൻ്റെ പുറത്താണ് ഗ്രാമസഭ സാധാരണഗതിയിൽ കൂടാറ്. അതിന് വ്യത്യസ്തമായിട്ട് 4-ാം വാർഡിൽ ശരിക്കും ഗ്രാമസഭ കൂടുന്നത് അങ്കനവാടിൻ്റെ മുകളിലുള്ള ഷെഡിലാണ് അല്ലേ. അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്വന്തമായിട്ട് വാർഡിലൊരു ഒരു ഹാള് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ. അത് എങ്ങനെയാണ് വന്നത്, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? ഒരു പ്രധാന ഒരു വിഷയം എന്ന് വെച്ചാൽ ഗ്രാമസഭകൾ ചേരാനൊന്നും ഒരു മദ്രസാണോ എന്നുള്ളത് ഒന്നൊരു വിദ്യാലയമാണ്, സ്കൂളാണ്. പക്ഷേ രണ്ടും 2 അറ്റത്തായതുകൊണ്ട് ആളുകൾക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. പിന്നീടുള്ളതൊരു മുണ്ടക്കുന്ന് അംഗനവാടിയാണ്, ആളുകൾക്ക് കേന്ദ്രീകരിക്കാനുള്ളൊരു അംഗനവാടി മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാന് ഒരു ഗ്രാമസഭ അതുപോലെ തന്നെ മറ്റ് യോഗങ്ങളൊക്കെ ചേരണമെങ്കിൽ വളരെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട് നമുക്കുള്ളൊരു ഫണ്ട് 2 ലക്ഷം രൂപ നോർമലായിട്ടൊന്ന് മേയാൻ മാത്രമുള്ള അനുമതി കിട്ടി. ആ 2 ലക്ഷം കൊണ്ടൊരു റൂഫ് മേഞ്ഞു. പിന്നീട് അടുത്ത പദ്ധതി വന്നപ്പോൾ നമ്മളതിന് 4 ലക്ഷം രൂപ
നമുക്ക് കെട്ടി, അതുകൊണ്ട് നമ്മൾ ചുറ്റും കെട്ടി വേലി കെട്ടി നമ്മളതിന് ഫാനും അതുപോലെ തന്നെ ഒരു 200 കസേരയും ടേബിൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളായി ഇപ്പം ഒരു യോഗമൊക്കെ ചേരാൻ. അതോടൊപ്പം തന്നെ പിന്നീട് ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഒരു തൊഴിൽ കേന്ദ്രം കൊണ്ടുവരണമെന്നാണ്. അതിന് നമുക്ക് 6 ലക്ഷം ബ്ലോക്കിൻ്റെ ഫണ്ട് കിട്ടിയ ഒരു തൊഴിൽ കേന്ദ്രം അവിടെ നമ്മൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഒരു ലൈബ്രറി, മുണ്ടക്കുന്നിലൊരു ലൈബ്രറി സ്ഥാപിച്ചിരുന്നു. പിന്നീട് അതേപ്പത്തെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിന്ന് നമ്മൾ പിന്നെ അതിൻ്റെ പുറകിൽ പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഒരു തൊഴിൽ കേന്ദ്രത്തിൻ്റെ ഒരു ബിൽഡിംഗ് അവിടെ നിലവിലുണ്ട്. ഒരു വായനശാലക്കുള്ള കെട്ടിടം, അതിൽ പുസ്തകങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ അംഗനവാടിയിലും അതുപോലെ നമുക്കൊരു മീറ്റിങ്ങുകൾ ചേരാനുള്ള ഒരു സംവിധാനത്തോടു കൂടി ഇപ്പോൾ ഗ്രാമസഭകൾ മിക്കതും അവിടെയാണ് ഇപ്പോൾ കൂടിയത്. ഞാൻ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്. മുണ്ടക്കുന്ന്, എനിക്ക് തോന്നുന്നു എടത്തനാട്ടുകര പ്രദേശത്ത് തന്നെ തുടർച്ചയായിട്ട് ഒരു വലിയൊരു ജനക്കൂട്ടം കൂടി, പ്രത്യേകിച്ച് ഒരു വാർഡിലുള്ള അത്രയും ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് കലാപരിപാടികളും മറ്റുള്ള ഇതൊക്കെ ആയിട്ട് രാത്രി പിന്നെ നേരം വെളുക്കുന്നത് വരെ ഉള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു ജനശ്രദ്ധ പിടിച്ചു പറ്റിയൊരു പ്രോഗ്രാമാണ് ഗ്രാമോത്സവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? പിന്നെ ഇപ്പം അത് നിലവിലുണ്ടോ അതോ നിലവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതിനെപ്പറ്റി പിന്നീട് കേട്ടിട്ടില്ല. അതെങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കും. ഇതിൽ പിന്നെ ഞാൻ 2015 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പറഞ്ഞല്ലോ. അതിനുശേഷം ഉദ്യോഗസ്ഥരായ കുറച്ച് ആളുകൾ നമ്മളെ ടീംസിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഈ പിന്നെ ഗ്രാമത്തിൽ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചാലോ എന്നുള്ള ഒരാശയം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അവരോടൊക്കെ ചോദിച്ചു എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഗ്രാമത്തിലെ ആളുകൾ മാത്രം ഈ 2000-ഓളം വരുന്ന ആളുകളുടെ ആ കുടുംബത്തിൽ ഉള്ള ആളുകളുടെ കലാകാരന്മാരുടെ കലാശേഷിയെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ അപ്പോൾ നമുക്കൊരു പരിപാടി വെച്ചാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓണത്തിൻ്റെ നമ്മൾ 1-ാം ഓണത്തിൻ്റെ അന്നാണ് നമ്മൾ ഗ്രാമോത്സവം എന്ന പദ്ധതി വെച്ചത്. ഉച്ചയ്ക്ക് ഒരു സദ്യയും വൈകുന്നേരം വരെ രാത്രി 12 മണി വരെ കുട്ടികളുടെ കലാപരിപാടികളും അവാർഡ് ദാനങ്ങളും. അന്ന് കലക്ടർ വന്നപ്പോൾ കലക്ടർ അന്തം വിട്ടുപോയി. കാരണം അദ്ദേഹം ഇത്രയും ജനങ്ങൾ, ഒരു ഗ്രാമത്തിലെ 12,000 ആളുകൾ ഒത്തുകൂടിയ, അത് 90-ഉം 100-ഉം വയസ്സായ ആളുകളൊക്കെ അവരുടെ പഴയകാല അനുഭവങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും വിവിധ കളികളും ഒക്കെ കളിക്കുന്ന കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് MLAക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ഗ്രാമത്തിലിത് സാധാരണ ഒരു കലോത്സവം പോലെയുള്ള ഒരു വാർഡിലാണ് നടക്കുന്നത്. പിറ്റേ വർഷവും ഞാൻ ആ കലക്ടറെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞു അത് ഗ്രാമോത്സവം അല്ലേ, ഞാൻ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുഖ്യ അതിഥിയായ പിന്നെ ഗ്രാമോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടക്കുന്നിലൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം പത്രത്തിലും മീഡിയയിലൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരു ധാരണ ഉണ്ട് അവിടെ എല്ലാ പരിപാടിയും നടക്കും, അവിടെ ആളുകളുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. നൂബാവ് IAS ഒക്കെ അവിടെ പലതവണ നമ്മളെ പരിപാടികളിൽ പങ്കെടുത്തൊരു കളക്ടർ കൂടിയാണ്. ഗ്രാമോത്സവം പിന്നീട് തുടങ്ങിയിട്ടില്ല ഞാൻ പോകുന്നതോടുകൂടി. കാരണം വളരെ റിസ്ക്കാണത്. വന്ന മെമ്പർ പിന്നെ ഇത് നടത്തണമെങ്കിൽ ഈ എല്ലാ കുട്ടികളെയും നമ്മൾ ഇതിനെ വ്യത്യസ്തമായിട്ട് കലാപരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളെ ലിസ്റ്റ് എടുക്കണം. അവർക്കുള്ള സമയം, അതുപോലെ തന്നെ വളരെ സാമ്പത്തിക ചിലവുണ്ട്. ഇതിന് മൈക്ക് വേണം, മറ്റ് സ്റ്റേജ് വേണം, മറ്റ് കാര്യങ്ങളൊക്കെ. മാത്രമല്ല എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചവരെ ആദരിക്കണം. അതോടൊപ്പം തന്നെ അവർക്കുള്ളൊരു വേദിയും അതുപോലെ അവാർഡുകളും, ഇതിനൊക്കെ ഒരു നല്ലൊരു സംഖ്യ. അതൊക്കെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് അത്രയും പരസ്യങ്ങളും ആളുകളൊക്കെ നമ്മളെ കൂടെ കൂടിയതുകൊണ്ട് നമുക്കൊരു പ്രയാസമില്ലാതെ നമുക്ക് നടത്താൻ കഴിഞ്ഞിരുന്നു. വാർഡിൽ അങ്ങനെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? അപ്പോൾ പ്രത്യേകിച്ച് വാർഡിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്ന് റോഡ് സൗകര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പിന്നെ വീട് കിട്ടാത്തവർക്ക് വീട് ഇതുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടെണ്ണുണ്ട്. ഒരുപാട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പദ്ധതികൾ പഞ്ചായത്തിൽ വന്നിട്ട് അട്ടി കിടക്കുന്നുണ്ടാവും. ആ അട്ടിയായി കിടക്കുന്ന സംഭവത്തിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ പിന്നെ വാർഡിലേക്ക് കൊണ്ടുവരിക എന്നതാണല്ലോ ഒരു മെമ്പറുടെ ചുമതല. അതിനാണല്ലോ ജയിപ്പിച്ച് മെമ്പറെ വിട്ടിട്ടുള്ളതും. അത് വളരെ ഗംഭീരമായി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനും എനിക്ക് തോന്നുന്നത് മുഹമ്മദ് അലിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എത്രണ്ണം ചെയ്തിട്ടുണ്ട്? നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് ഇതിൽ ഈ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കൂട്ടി നോക്കുമ്പോൾ 53 വീട് നമുക്ക് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ട്. കാരണം ഇന്നും നമ്മൾ ആ വീടുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ മാഷേ ഇത് നിങ്ങൾ എന്ന വീടാട്ടോ. സാധാരണ ഒരു ജനപ്രതിനിധിക്ക് ഒരു കൊല്ലം 2 വീടൊക്കെ കിട്ടുക. അപ്പോൾ ഒരു 5 വർഷം നോക്കുമ്പോൾ ഒരു 10 വീടൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ
സർക്കാരിൻ്റെ അന്നത്തെ ലൈഫ് പദ്ധതി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷ 114 അപേക്ഷയാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അതൊക്കെ വ്യത്യസ്തമായ രേഖകൾ വെച്ച് നമ്മളത് അപേക്ഷ കൊടുത്തു. അതിലാദ്യം 60 ചുരുങ്ങി, 60 വീണ്ടും സ്ക്രൂട്ടിനൈസ് ചെയ്തത് 50, അതിൽ 3 വീട് വേറെ നമുക്ക് പ്രളയത്തിൽ കിട്ടി. അങ്ങനെ 53 വീടുകൾ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്താ എന്ന് അറിയുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് വാർഡ് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത്, മെമ്പറായി നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. ഈ വാർഡ് മെമ്പറായതിന് ശേഷം നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്കറിയാം, അല്ലാത്തവരെ നമുക്കറിയാം. പക്ഷെ ആ വാർഡിലുള്ള എല്ലാവരെയും ഒരേപോലെ ആയിരുന്നോ കണ്ടിരുന്നത്? അതോ ആനുകൂല്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നത് പോലെ മാറ്റിമറിച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്? എല്ലാ ആളുകളെയും ഇപ്പോൾ മാക്സിമം എനിക്ക് വോട്ട് ചെയ്യാത്ത, എനിക്ക് പരസ്യമായിട്ട് അറിയാം അവർ വോട്ട് ചെയ്തില്ല, പക്ഷെ അവരുടെ സമീപനം കാണുമ്പോൾ വളരെ കാരണം എന്നെ മനസ്സിലാക്കിയത് വേറെ രീതിയിലായിരുന്നു. അത് അവരെയൊക്കെ ചേർത്ത് പിടിച്ചപ്പോൾ അവരെ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരൊക്കെ നമ്മളൊരാൾക്കാരാണെന്നുള്ള പലപ്പോഴും പാർട്ടിയിൽ തന്നെ ചിലപ്പോൾ ഒരു വിമർശനം വരാറുണ്ട്, ഇയാൾ പാർട്ടി നോക്കാതെ പല ആളുകളെയും സഹായിക്കുന്നുണ്ട് എന്നുള്ളൊക്കെ വിമർശനമൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ ആളുകൾ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല, നമുക്ക് ഒരേ രീതിയിലാണ് നമ്മളവരെ കാണേണ്ടത്, മാറ്റി നിർത്താൻ പാടില്ല. പക്ഷേ ഇവരൊക്കെ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ മാത്രമല്ല ഈ തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ പല മേഖലയിൽ ജോലി ചെയ്ത ആൾക്കാരൊന്നും പണിയൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ടെക്നിക്ക് പ്രയോഗിച്ചു. പുരുഷന്മാരായ 10-50 പേർക്ക് തൊഴിൽ കാർഡ് ഉണ്ടാക്കി. അവരുണ്ടാക്കിയിട്ട് അവർക്ക് കിണർ കളക്കാനും അതുപോലെ തന്നെ പടവിനും ഒക്കെ അവരെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് ഈ തൊഴിലുറപ്പിന്. അപ്പോൾ ഇവരൊക്കെ അത് സ്ത്രീകളുടെ ഒരു ജോലിയാണ് എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ആളുകൾ രസകരമായി ഇത് ഏറ്റെടുത്തു. ഇപ്പോൾ കിണറോ കളക്കുമ്പോൾ ഒരു 2 ആണുങ്ങളെയും ബാക്കി 4 സ്ത്രീകളെയും വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കിണറായി മാറും. അങ്ങനെ 36 കിണർ നമുക്ക് ആ ഒരു ഗ്രാമത്തിൽ, ഇനി കിണർ വേണ്ടാന്ന് പറയാൻ തുടങ്ങിയ ആളുകൾ, അങ്ങനെ നമുക്ക് കിണർ കളക്കാൻ പറ്റി. അതുപോലെ തന്നെ തോടിൻ്റെ പുതിയ പദ്ധതി വന്ന തൊഴിലുറപ്പിൽ മെറ്റീരിയൽ വർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ കാണാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കീം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് എങ്ങനെ അത് ആ വാർഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ മറ്റു വാർഡുകാരൊന്നും ഇത് ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലേബർ പണിയും കൂടെ നമുക്ക് ആ സ്കിൽഡ് വർക്കും കൂടെ നമ്മളെ വാർഡ് കൊടുത്ത് തോടിനെ ചേർന്നുള്ള ആളെ സമീപിക്കും, നിങ്ങൾക്ക് 2 ലോഡ് കല്ല് ഇറക്കി തരാൻ പറ്റുമോ, എന്നാൽ അത് ഞങ്ങൾ സൗജന്യമായിട്ട് കെട്ടിത്തരാം. അപ്പോൾ അവർ റെഡിയാണ്. തോടിൻ്റെ സൈഡുകളൊക്കെ മെറ്റീരിയൽ ഇറക്കുന്നു. 60-70 തൊഴിലാളികൾ ഓരോ സൈറ്റിലും രസകരമായിട്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി സ്ഥലത്തിൻ്റെ ഉടമ അവർക്കുള്ള ചായ സ്നാക്സൊക്കെ എത്തിക്കുന്നു. അവരും ഈ കൂടത്തിൽ തൊഴിൽ കാർഡ് എടുക്കുന്നു, അവരും പിറ്റേ ദിവസം തൊഴിലാളികളാകുന്നു. അങ്ങനെ ഒരു വലിയൊരു ടീം നമുക്കവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ, ആ വാർഡിലുണ്ടായിരുന്ന നമ്മളെ 2 വിദ്യാലയങ്ങളിലെ പൂർവ്വ അധ്യാപകർ ഗുരുവന്ദനം നമ്മളവിടെ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ മദ്രസകളിലേക്കുള്ള ഗുരുക്കളൊക്കെ ആദരിക്കുന്നൊരു ചടങ്ങ്. അതുപോലെ തന്നെ എല്ലാ വർഷവും മൊത്തം വയോജനങ്ങൾ, അപ്പോൾ 60-ന് ശേഷമുള്ള എല്ലാ വയോജനങ്ങളെയും വിളിച്ച് ചേർത്ത് അവരെ ആദരിക്കുന്നൊരു ചടങ്ങ് നമ്മളവിടെ എല്ലാ വർഷവും നടത്തി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ, അപ്പോൾ ആളുകൾ ചോദിക്കും ഇനിയിപ്പോൾ നാളെ എന്താ പത്രം. അപ്പോൾ പത്രത്തിൽ നമ്മൾ മുൻകൂട്ടിയൊന്നും ഔട്ട് ചെയ്യില്ല, പക്ഷേ പത്രത്തിൽ വരുമ്പോൾ ആളുകൾ അത് രസകരമായിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നു എന്നുള്ളത് പുറത്ത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഇവിടുന്ന് മണ്ണാർക്കാട്, തച്ചനാട്ടുകര, തച്ചമ്പാറയൊക്കെ പത്രം കാണുമ്പോൾ ആളുകൾ അതോടൊപ്പം തന്നെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ആന വന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വാങ്ങിക്കൊടുത്ത വാർഡും കൂടിയാണ്. പക്ഷേ ഫോറസ്റ്റ് ഏരിയ പങ്കിടുന്നില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് 9,27,000 രൂപയോളം ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആന വന്നു എന്ന പേരിൽ നമുക്ക് കൃഷിനാശത്തിന് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ ഒരു സപ്ലൈ ഓഫീസിൽ ഞാൻ വിളിക്കുമ്പോൾ സ്ഥലത്ത് മുണ്ടക്കുന്ന് വാർഡിലെ മെമ്പറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സപ്ലൈ ഓഫീസറും ആന മെമ്പറല്ലേ എന്ന് ചോദിച്ചു. മിക്കവാറും പത്രത്തിൽ ഫോട്ടോ കാണുമ്പോൾ ആ കൃഷിനാശം സംഭവിച്ചിടത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ഫോട്ടോത്തിൽ ഇത് കാണുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് പറയാതെ തന്നെ ആളുകൾക്ക് അറിയുന്ന ഒരവസ്ഥയായി. അതെനിക്കിഷ്ടമായി. ആന മെമ്പർ, 4 മണിപ്പൂവ്, പൊട്ട സ്കൂള്, നല്ല നല്ല പേരുകളാണ് ഒപ്പം കൂടിയിരിക്കുന്നത്. എന്തായാലും വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചയുള്ളത്. അതിനേക്കായി ഉപരി ഒരു പൊതുപ്രവർത്തകന് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് അലി. അതിന് കാരണം വെറും 5 വർഷമല്ല ഞാൻ ജീവിക്കേണ്ടത്, ഒരുപാട് വർഷം ജീവിക്കുമ്പോൾ കാണുന്ന മുഖങ്ങളാണ് എൻ്റെ ചുറ്റുമുള്ളത്.
ഞാൻ പ്രയാസപ്പെട്ട് എനിക്കൊരാവശ്യം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നവരും നിൽക്കാത്തവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരേ ഒരു മെമ്പർ അത് മുഹമ്മദ് അലിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ പ്രശംസ കിട്ടേണ്ട ഒരു കാര്യമാണ്. നന്നായി. ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് നന്മ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പഠനയാത്ര പോയിട്ടുണ്ട്. പിന്നീടുള്ള വന്ന ആളുകളൊന്നും അതുപോലുള്ള യാത്രകൾ സംഘടിപ്പിച്ചില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ സൈലൻറ്റ് വാലി DFO ആയിട്ട് ശില്പ വി കുമാർ IFS ചാർജ് എടുത്ത സമയത്ത് അവരുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആവശ്യപ്പെട്ടു, സാർ കൂടുതൽ കൃഷിനാശമൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണ് ഇവിടെ, അപ്പോൾ നമുക്കൊരു വനത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ മാഷേ, സൈലൻറ്റ് വാലി തന്നെ ആയിക്കോട്ടെ ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ 60 പേർക്കുള്ളൊരു അനുമതി കിട്ടി. നമ്മൾ 60 പേരെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് മുതിർന്ന ആളുകൾ, ആദ്യം ജെൻസിനെയാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ കുറച്ച് യുവാക്കളൊക്കെ കൂടി ചേർന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി രണ്ടും സെപ്പറേറ്റ് കൊണ്ടുപോകാനല്ല. കാരണം ഈ കുറച്ച് വയസ്സായ ആളുകളെയും ചെറുപ്പക്കാരെയും കൊണ്ടുപോകുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ഒന്നിച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളത് കൊണ്ടുപോയി ആളുകൾക്ക് ഇന്നും ആ ഫോട്ടോ കാണുമ്പോൾ വല്ലാത്തൊരു സൈലൻറ്റ് വാലി ഉൾക്കാടുകളും ഒക്കെ കണ്ട് 2 ദിവസം അവിടെ താമസിക്കുക DFOൻ്റെ ഒരു അനുമതിയായിരുന്നു. ആ സമയത്ത് തന്നെ പറമ്പിക്കുളത്ത് മാഡത്തോട് പറഞ്ഞ മാഡത്തിൻ്റെ ക്ലാസ്മേറ്റാണ് അവിടെ DFO ആയിരുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടി പറമ്പിക്കുളത്ത് അങ്ങനെ 4 ക്യാമ്പ് പറമ്പിക്കുളത്ത് നമുക്കവിടെ ഈ യുവാക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ഒരു ക്യാമ്പ് നമുക്കുണ്ട്. അപ്പോൾ ക്യാമ്പിന് എന്താ വെച്ചാൽ ഭക്ഷണവും താമസവും ഫ്രീ ആണ്. ബസ് ഫെയർ മാത്രമേ വരുള്ളൂ. 600 അങ്ങനെ ചെറിയൊരു ഇത് 3 ദിവസമൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ചെറിയൊരു പൈസയേ ഉള്ളൂ. പക്ഷേ 3 ദിവസത്തെ ഫുഡ് സർക്കാരിൻ്റെ ചിലവാണ്. അങ്ങനെ തേക്കടി നമുക്ക് ക്യാമ്പുകൾ കിട്ടി. ശിരുവാണി DFO വളരെ ഇനീഷ്യേറ്റ് ചെയ്ത്, കാരണം ദിവസവും ഇങ്ങനെ നമ്മളെ പത്രത്തെ ഇതൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിലവിൽ നമുക്ക് പട്ടിയാർ ബംഗ്ലാവിൽ ഒരു ക്യാമ്പ് മുണ്ടക്കുന്നിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ 10ഓളം ക്യാമ്പുകൾ. ഇത് ഒരു ആവേശം. ഇതിങ്ങനെ കാണുമ്പോൾ മെമ്പർമാർ പറയും, ഞങ്ങളെയൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളെല്ലാ ജോലിയും നമ്മൾ പറഞ്ഞതൊക്കെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് DFOനോട് ഇടപെട്ട് നമുക്ക് ഈ സൈലൻറ്റ് വാലിയിലും പറമ്പിക്കുളത്തും അതുപോലെ തന്നെ തേക്കടിയിൽ മൂന്നാറിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പഞ്ചായത്ത് സ്റ്റാഫിനും ജനപ്രതിനിധികൾക്കും ക്യാമ്പുകളടക്കം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധിയായാൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന്, ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രമല്ല വിവിധ ഏജൻസികളിൽ നിന്ന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നമ്മളെ PM ഫൗണ്ടേഷന് അതുപോലെ മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മുത്തൂറ്റ് അങ്ങനെയൊക്കെയുള്ള പുറം ഏജൻസികളിൽ നിന്നൊക്കെ വല്ല സഹായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ജനങ്ങളിലേക്ക് അതിൻ്റെ സ്രോതസ്സനുസരിച്ച് നമ്മൾ ഇറങ്ങിച്ചെന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു ജനപ്രതിനിധി ആകുകൊണ്ട് എനിക്ക് ഈ വാർഡത്തെ ഈ പഞ്ചായത്തിൻ്റെ പദ്ധതികളല്ലാതെ തന്നെ കുറേ ഇതുകൾ നമ്മൾ ഇടപെട്ടാൽ നടക്കും എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അത് ആളുകൾക്ക് കിട്ടുമ്പോൾ ഇത് ഇന്നയിടത്തുനിന്ന് അയാളത് വാങ്ങിത്തന്നല്ലോ. ഉദാഹരണത്തിന് റേഷൻ കാർഡ് ഒരു പഞ്ചായത്ത് മെമ്പർക്കല്ല, പക്ഷേ നമുക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു BPL കാർഡ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് അന്ത്യോദയത്തിൻ്റെ ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക. റേഷൻ വോട്ടർ ID പേരില്ലാത്തൊരു വ്യക്തിക്ക് നമ്മളതിൽ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ എനിക്ക് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലൊരു ഒരാൾ, അയാൾ 23 വയസ്സാണ്. അദ്ദേഹത്തിന് 73 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സ്കൂൾ രേഖകളില്ല. ID കാർഡിൽ 23 വയസ്സാണുള്ളത്. 73 വയസ്സ് പ്രായമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാമെന്നില്ല. റേഷൻ കാർഡിൽ 23 വയസ്സാണുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആദ്യം ഇത് ഒരു രേഖ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ആധാർ വേണം. ഞാനൊരു ആധാർ ക്യാമ്പ് മുണ്ടക്കുന്നിൽ കൊണ്ടുവന്നു. അത് എൻ്റെ വാർഡത്തെ ആൾക്കല്ല, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഒരു 2-3 പേർക്കാണ്. അപ്പോൾ ക്യാമ്പിൽ കൂടുന്നു. ക്യാമ്പ് ചെയ്യുന്ന ആൾ പറഞ്ഞു അതങ്ങനെ നമുക്ക് വയസ്സിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാഹചര്യം നമുക്ക് ഇത്രയും പ്രായമായ ആളാണ്, ഇയാളെന്തായാലും ചെറുപ്രായമൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു 60 വയസ്സായാൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടും. അപ്പോൾ അദ്ദേഹം എഴുതിയത് 50 പിന്നീട് നമ്മൾ ആ അധ്യായം അവസാനിച്ചു, കാരണം ഇദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പിന്നീട് ആലോചിച്ചത് ഇനി അടുത്ത ഫോം വഴി എന്താണ്. പിന്നീട് അതിലൊരു ഓപ്ഷൻ ഉണ്ട്, മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ പ്രായം നിശ്ചയപ്പെടുത്തിയാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 3-4 പേരെ ഞാൻ മെഡിക്കൽ ഓഫീസറെ അടുത്ത് കൊണ്ടുപോയി. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എഴുതിയപ്പോൾ അദ്ദേഹം നോക്കി, ഇയാളിപ്പോഴും 23 വയസ്സായിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഇങ്ങനെ 73 സാറേ, ആരും ഇത് പറഞ്ഞു കൊടുക്കാനില്ല
അതുകൊണ്ട് ഇത് നമ്മൾ കൊടുത്താൽ നന്നാവും. പക്ഷേ ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് അടുത്ത പഞ്ചായത്താണ്, കോട്ടപ്പാടം പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ പേപ്പറെല്ലാം റെഡിയാക്കി പഞ്ചായത്ത് നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. ആ പെൻഷൻ കിട്ടിയപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്ന പ്രതികരണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യം എന്താ വെച്ചാൽ, വാർഡിലെ ഭിന്നശേഷിക്കാരായ ആളുകളൊക്കെ ഞാനൊരു ദിവസം ബസ് എടുത്തിട്ട് പാലക്കാട് ജില്ലാ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇന്ന പ്രശ്നങ്ങൾ ഡോക്ടർ ഇപ്പം പിന്നെ എല്ലിന് പ്രശ്നമുള്ള ആൾക്കാർ, മാനസികമായി പ്രശ്നമുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ വാർഡിൽ ഫുള്ള് ഭിന്നശേഷിക്കാരാണോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് ഭിന്നശേഷിക്കാരല്ല, അവർക്കിതൊന്നും അറിയില്ല സാർ, ഇങ്ങനെ ഇത്രയും ആളുകൾക്ക് പിന്നെ ഈ അവിടെ ഉണ്ട്, അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒരു പെൻഷനെങ്കിലും, ഇപ്പോൾ 18 വയസ്സായവരുണ്ട്, 20 വയസ്സായവരുണ്ട്, പിന്നെ 60 വയസ്സായ ആളുകളുണ്ട്, ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. ഇവരെല്ലാം ഒരു ദിവസം കൊണ്ടുപോയി നമുക്കന്ന് 32 സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഭിന്നശേഷി നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അവരിന്ന് പെൻഷൻ വാങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, എന്നിപ്പോൾ അദ്ദേഹം എനിക്ക് ഉണ്ടാക്കി തന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഒരു പെൻഷൻ കിട്ടുന്നു എന്നുള്ളൊരു തോന്നലെങ്കിലും, അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇറങ്ങി പണിയെടുത്താൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ കുറച്ച് വാർഡ് മെമ്പർമാരോടും പൊതുപ്രവർത്തന മേഖലയിലുള്ള കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഈ കാര്യം സംസാരിച്ചതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. അവർ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിലുള്ള മുതിർന്നവർ പണിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഇവർ വേണം പഞ്ചായത്തിലേക്ക് പോയി രാവിലെ ഒരു ചായ കുടിച്ച് പോവുകയും പിന്നെ തിരിച്ചു പോരുമ്പോൾ അവിടുന്ന് ഒരു വെള്ളം പോലും കിട്ടാതെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വീട്ടിലെത്തുക. ആ ഒരു സിറ്റുവേഷനിൽ അവർക്കുള്ള പ്രയാസങ്ങൾ നമ്മൾ നോക്കാറില്ല. പക്ഷെ അതിനൊരു പ്രതിവിധി എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഇടത്തനാട്ടയിൽ തന്നെ ഒരു എല്ലാ വാർഡത്തെ മെമ്പർമാരും ഈ ലൊക്കാലിറ്റിയിലുള്ള വാർഡത്തെ മെമ്പർമാരൊക്കെ ചേർന്നിട്ടൊരു ഓഫീസ് തുറന്നിട്ട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ, ഇപ്പോൾ മുഹമ്മദ് സൂചിപ്പിച്ച പോലെ 4 മണി പൂവ് എന്നുള്ള രൂപത്തിൽ ഒരു ഓഫീസ് ഓരോ മെമ്പർമാർ ഓരോ ടൈമിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡത്തെ ആളുകൾ വന്ന് ഇടത്തനാട്ടിൽ വന്നിട്ട് ആ ഓഫീസ് കയറി കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടുമെന്നൊക്കെ ക്ലിയർ ആക്കിയിട്ട് പിന്നെ പഞ്ചായത്തിൽ പോകുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ എന്തോ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാരും. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഏതായാലും ഈ KT-യോടൊത്തുള്ള സ്വറപറച്ചിൽ മുഹമ്മദ് അലി ഇത്രയും നേരം, കാരണം ഇനിയും ഒരുപാട് പറയാണ്ട്, 5 വർഷത്തിൽ ഒതുങ്ങുന്ന വെറും മെമ്പറല്ല, അതിനേക്കായി മുൻപ് ഉണ്ടായിരുന്നൊരു കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ, സ്കൂൾ ഇനിയിപ്പോൾ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ നല്ലൊരു സമയം ഇതിന് വേണ്ടിയിട്ട് സൊറ പറയാൻ വേണ്ടിയിട്ട് നീക്കി വെച്ചതിന് വളരെയധികം സന്തോഷം. KT-യോട് സൊറ പറയാം എന്നുള്ളൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ മറന്നുപോയ കുറേ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് പറയാൻ കഴിഞ്ഞതിൽ പിന്നെ ഒന്നും കൂടി ഓർമ്മയിൽ വരുത്താനത് നന്നായി. ഇനിയും ഈ കസേരയിൽ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള അനുഭവങ്ങൾ പറയാനുണ്ട്. അത് ഈ പിന്നെ KT-യോട് സൊറ പറയാം പരിപാടിയിൽ ഇനിയും വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ പുറത്ത് അറിയാനുണ്ട്. അത് ഇനി തുടരട്ടെ എന്നാണ് ഇതിനെല്ലാ ഭാവങ്ങളും നേരുന്നു.